ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. നമ്മൾ ഇന്നൊരു സായാഹ്ന സമയമാണ്, ഏകദേശം 6 മണിയായി. 6 മണിയായിട്ടും ഇത്രയും തെളിഞ്ഞ ഒരു പ്രദേശമാണ്. നമ്മൾ അധിക ദൂരമൊന്നുമില്ല, പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ബാംഗ്ലൂർ റോഡ് ബാംഗ്ലൂർ റോഡ് എന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. പെട്ടെന്ന് ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു മനോഹരമായ ചില കാഴ്ചകളുണ്ട്. ഞാൻ രാകേഷും കൂടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളെ ഇവിടെ ഈ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരുപാട് ആൾക്കാർ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ എത്താറുണ്ട്. സായാഹ്നത്തിൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഈ കാഴ്ചകൾ അതിമനോഹരം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇടുക്കിയിലെ കാഴ്ചകൾ, അമൽനീരതും സിനിമ ക്രൂവും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെമ്മണ്ണ് ഒരു ഗ്രാമപ്രദേശം, ഒറ്റമരം എന്ന ഗ്രാമപ്രദേശം, ഈ വീഡിയോകളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അതിലും മനോഹരമായ ഒരു കാഴ്ചകളാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ. ചെറിയ ഒരു കാഴ്ച, എന്നാൽ മനോഹരമായ കാഴ്ച, നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച. അത് ഒരു മനോഹര കാഴ്ച തന്നെയാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ. ഇറങ്ങിയില്ലേ? നമ്മൾ ഈ ബാംഗ്ലൂർ റോഡിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഒരു വലിയ പാടശേഖരത്തിലാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ഒരു പാടശേഖരമാണ്. നെല്ലൊക്കെ നെല്ലിതുവരെ കായ്ച്ചു തുടങ്ങിയിട്ടില്ല. അത് കതിര് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ നെല്ലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നെല്ലല്ലല്ലോ, എന്തോ ഇത്, ഞാറല്ലേ, ഞാറിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ നടുക്കൂടെ ഒരു നീർത്തോടുണ്ട്. ആ തോടിൻ്റെ 2 സൈഡിലൂടെ ബണ്ട് കെട്ടിയിട്ടുണ്ട്. അതിലൊരു ബണ്ടിലൂടെയാണ് നമ്മൾ നടന്നു പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എല്ലാം നിറഞ്ഞ് പരന്ന് ഒഴുകി കിടക്കുന്ന സമയമാണ്. അതായത് മഴക്കാലത്ത് ഇവിടെ കൃഷിയോഗ്യമല്ല, കാരണം ഇവിടെ എല്ലാം വെള്ളം ഈ കണ്ടത്തിൻ്റെ ഈ ബണ്ടിൻ്റെ ഒരു സൈഡിൽ ആ മരമൊക്കെ നിൽക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ് മരത്തിലേക്ക്. നമ്മൾ നിൽക്കുന്നതിൻ്റെ അക്കരെ കൂടെ റോഡ് പോകുന്നുണ്ട്. ആ റോഡാണ് ബാംഗ്ലൂർ റോഡ് എന്നറിയപ്പെടുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഇപ്പം ഈ പാടശേഖരത്തിന് നടുക്കായിട്ടൊരു കുറേ മരങ്ങൾ, ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലമുണ്ട്. ആ ദ്വീപ് നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അവിടേക്ക് ഈ വരമ്പൊന്നും ചെന്ന് കയറുന്നതായിട്ട് കാണുന്നില്ല. ഇനി അഥവാ വരമ്പുണ്ടെങ്കിൽ അങ്ങ് ദൂരെ നമ്മൾ അങ്ങ് ചെന്നിട്ട് ദൂരെ നിന്ന് വരേണ്ടി വരും. അത് നമ്മുടെ സമയം ഒരുപാട് പോകും, ഇരുട്ടാവും എന്നതുകൊണ്ട് നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ഇത് ഇവിടുത്തെ പഞ്ചായത്ത് ഈ റോഡ് സൈഡിൽ ഇരിക്കാനൊക്കെയുള്ള കുറേ സൗകര്യങ്ങളും കുറേ മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് അതൊരു ഈ പ്രദേശവാസികളൊക്കെ സായാഹ്നത്ത് നടക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം 24 ന്യൂസിനകത്ത് ഈ റോഡിനെ കുറിച്ച് വരികയും ബാംഗ്ലൂർ റോഡ് എന്ന പേരിൽ അവരൊരു ഫീച്ചർ തയ്യാറാക്കി ഇടുകയും ചെയ്തു. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഭാഗം ഫേമസ് ആവുകയും ഒരുപാട് ആൾക്കാർ വരികയും ചെയ്തു. ഒരുപാട് ആൽബങ്ങളുടെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണിത്. കല്യാണ ആൽബങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഒക്കെ പ്രാദേശിക ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്.
അവിടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനകത്ത് പോകാനല്ലേ പിന്നെ അങ്ങക്കരെ ചെന്നിട്ട് പോകണം. അല്ല അത് ഈ വഴി അങ്ങേക്കരെ പോവുക. അവിടെ അറിയില്ല. കൊള്ളാം നല്ല രസം. എന്തത് രാവിലെ അല്ല മീൻ കാണുന്നു. അല്ല മീൻ പിടിക്കുന്നില്ല ഇവിടെ ആരും അല്ലേ? ഇവിടെ ആരും ചൂണ്ടക്കാരില്ലെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഇത്രയും ഒരു വെള്ളമൊക്കെ വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ ഇവിടെ നിറഞ്ഞ കിടക്കുക റോഡിൽ കയറുക. അതെ ഭയങ്കര കായലിൻ്റെ ഒരു തരും അല്ലേ? ചൂണ്ടയിട്ടാ മതി. മാലക്കര നമ്മുടെ തൊട്ട് എതിർവശത്ത് കാണുന്നത് എഴിക്കാട് പാലമാണ്. എഴിക്കാട് കൂടെ വന്നിട്ട് ചെങ്ങന്നൂരിൽ പോകുമ്പോൾ കാണുന്ന പാലമാണ്. കുഞ്ഞൻകിളി അതൊരു ചെറിയ ദ്വീപ് തന്നെയാണ്. അതിനകത്ത് എന്തൊക്കെയോ മരങ്ങളൊക്കെ വെച്ച് അത് ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വീടുണ്ടോ അതിനകത്ത്? വീടുണ്ടോ? എന്തായാലും അതൊരു രസമായിരിക്കും. എനിക്കൊന്ന് അതിലെ അങ്ങോട്ട് കയറാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്ത് അങ്ങേ റോഡ്. മെയിൻ റോഡേ വന്നിട്ട് നമുക്ക് നോക്കണം. അതെ കൃഷി കാണുമായിരിക്കും അതിനകത്തൊക്കെ. തെങ്ങും എല്ലാം ഉണ്ട്, കണ്ടില്ലേ? രസമുണ്ട്. ഇവിടെ വരെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരിക അല്ലേ? അങ്ങൊന്നോ? ആകാശം നല്ല നോക്കി കാർമേഘാവൃതമായി നിൽക്കുക കേട്ടോ. ചന്ദ്രൻ. അത് വേറൊരു കാര്യമുണ്ട്, ചെറിയ വെയിലെങ്കിലും ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ വിറ്റിട്ട്. തവളയൊന്നുമല്ല. തവള എങ്ങനെ ചാടത്തും? മീനുകൾ ഉള്ളതുകൊണ്ട് തവള ചാടും. എന്താണെന്നറിയാം, മീൻ പന്നി വന്നിട്ടേ പിടിക്കും. എല്ലാ മീനുണ്ട്. പക്ഷെ ഇതിനകത്തൊന്നും ചൂണ്ടയിട്ട താഴത്തില്ല. പോച്ചകളുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പുള്ള ആ ഗ്യാപ്പിൽ കൂടെ മീൻ പിടിച്ചോളൂ അല്ലേ? ഞാനും ജേസനോട് വന്നപ്പോഴും ചൂണ്ടക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം മരുന്നടിച്ച് ഉണക്കിയതാ ഈ പോച്ചയില അല്ലേ?
മരം ഒരു പീസ്. അപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടി ഇത് ഫോട്ടോ മരം കേട്ടോ അല്ലേ? ഒരുപാട് പേര് ഫോട്ടോ. ഇത് ഫോട്ടോ പോയിന്റ് മരമാണ്. പക്ഷേ ഇപ്പോൾ ഇത് മൊത്തം പുഴു നിന്ന് ഇലയെല്ലാം പുഴു നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുഴു ഇറങ്ങി വന്ന് നമുക്കിട്ട് പണി തരാൻ സാധ്യതയുണ്ട്. നല്ല ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് ഈ ഫോട്ടോ മരത്തിൻ്റെ അവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകണം. ഇത് ആക്ച്വലി ഇത് ഫോട്ടോ മരം എന്നൊന്നുമല്ല അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ അതിനൊരു പേരിട്ടതാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ഫോട്ടോ പോയിന്റ് അല്ലേ, ഫോട്ടോ ട്രീ എന്നൊക്കെ പറയും. ഫോട്ടോ ട്രീയുടെ ആൽബങ്ങളിലെല്ലാം ഉള്ള മരമാണ് ഇത്, ഫോട്ടോ ട്രീ. അപ്പോൾ ഈ ഫോട്ടോ ട്രീയിൽ നിന്നും നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മളതിന് പുതിയ നാമകരണം ചെയ്തു, ഫോട്ടോ ട്രീ അല്ലേ? അത് വൈറലാവട്ടെ അല്ലേ? അത് വൈറലായാൽ അത് തന്നെ ആയിരിക്കും എൻ്റെ പേര് പിന്നെ വരിക. എന്തായാലും ഇവിടെ സത്യത്തിൽ മാലക്കര അല്ലേ, ഐ ലവ് മാലക്കര എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? അതൊക്കെ എഴുതി വെച്ചാൽ അടിപൊളിയാണ്. സത്യത്തിൽ പഞ്ചായത്ത് ഇത്രയെങ്കിലും അനുവദിക്കുന്നുണ്ടല്ലോ ഇവിടെ അല്ലേ? കൊളനട MC റോഡ് സൈഡിൽ നമ്മൾ പമ്പിൻ്റെ കൊളനട മാന്തക പെട്രോൾ പമ്പിൻ്റെ എതിർവശത്തായിട്ട് പഞ്ചായത്ത് ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വളരെ നല്ല രീതിയിലൊരു പൂളും ഒക്കെ ഉണ്ടാക്കി ബോട്ടിങ്ങും ലൈറ്റൊക്കെ വെച്ചിട്ട് രാത്രി സന്ധ്യാസമയങ്ങളിലൊക്കെ ആൾക്കാർക്ക് നടക്കാനൊക്കെ ഉള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ അതിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കാടൊക്കെ മൂടി ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ കിടക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ ചെന്നിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ 6-6:30 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് എല്ലാവരും വിട്ടുപോകേണ്ടതായിട്ട് വരും, വെട്ടമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എന്താണ് കാരണമെന്ന് അധികാരികൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം എന്തായാലും ആ കാരണങ്ങളൊക്കെ തട്ടി മാറ്റിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തന പുരോഗതി ഉണ്ടാക്കി ആൾക്കാർക്ക് ഉപയോഗിക്കാനിടല്ലേ? ടൂറിസത്തിനും ആൾക്കാർക്ക് വിനോദോപാധികളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഭരണകർത്താക്കളുടെ ചുമതലയാണ്. ആ ചുമതല അവർ കൃത്യമായിട്ടും പ്രതിബന്ധങ്ങൾ എന്തായാലും അത് അധികാരികൾക്ക് എന്തായാലും അറിയാമല്ലോ. അതിൻ്റെ പിന്നണിയിലുള്ളവർക്ക് എന്തായാലും അറിയാം എന്താണ് പ്രതിബന്ധം. ആ പ്രതിബന്ധം എന്തായാലും അവരത് തരണം ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ? ഓക്കെ. അപ്പം ഈ ബാംഗ്ലൂർ റോഡ്, ഇതാണ് ബാംഗ്ലൂർ റോഡ്. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കാൻ, കാറ്റ് കൊള്ളാം, ചില്ലാവാം, ഒരു കുഴപ്പമില്ല. അപ്പം ഈ കാഴ്ചകൾ, ഇതിൻ്റെ റോഡിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് നേരെ വിടാം. നാളെ ഞായറാഴ്ച, നാളെ കുറച്ചുകൂടി റഷ് കാണും ഇവിടെ അല്ലേ? മഴക്കോളുണ്ടെങ്കിൽ വരത്തില്ല. ഉണ്ടല്ലേ? ശേഖരത്തിന് ഒരു ആവിയല്ലേ, നീരാവി അല്ലേ? കുഴപ്പമില്ല. ഇതിന് വെട്ടം കിട്ടും. നമ്മുടെ ക്യാമറയ്ക്ക് വെട്ടം കിട്ടും. ബാംഗ്ലൂർ റോഡ് ഒന്ന് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വിടാം. നമ്മുടെ ചേട്ടനോടൊക്കെ ഒന്ന് പരിചയപ്പെടാം. പേരെന്തുവാ? നാള് കുറവല്ലേ? മഴയൊക്കെ ചറിയല്ലേ? റോഡിൻ്റെ ഇങ്ങേ സൈഡ് തന്നെയല്ലേ? അവിടെ കുളം ഉണ്ടല്ലോ. ഇവിടെ വന്നിരിക്കാം. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട്. ഇവിടുത്തെ ഗുണ്ടയാക്രമണോ? ഇവിടുത്തെ ഗുണ്ടയാ? ഇയാളെ ഇപ്പൊ ഞാൻ അവിടെ പോയി പിടിച്ച പട്ടിയെ കണ്ടു കഴിഞ്ഞാല്
ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങോട്ട് പോയാലും നല്ല വൈബാണ് കേട്ടോ, അടിപൊളി. അതൊരു നല്ല സെറ്റപ്പാണ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ നിന്നിട്ട് ഷൂട്ടിംഗ് പോയിന്റ്, രണ്ട് സൈഡിലും ഷൂട്ടിംഗ് പോയിന്റ് തന്നെ. ശശിചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് കട്ടൻ കാപ്പി, ശശിചേട്ടൻ്റെ കടയിൽ നിന്ന് കട്ടൻ കാപ്പി അല്ലേ, ശശിചേട്ടൻ്റെ കടയിലെ കട്ടൻ കാപ്പി കുടിച്ചിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ ബാംഗ്ലൂർ റോഡിൻ്റെ കാഴ്ചയോടെ കാണിക്കാം. ബാംഗ്ലൂർ റോഡിൽ എന്താണ് കാണിച്ചിട്ട് ബാംഗ്ലൂർ റോഡിൻ്റെ കാഴ്ചയോടെ കാണിച്ചിട്ട് അപ്പം കട്ടായി കൂടാൻ മാത്രം പറഞ്ഞിട്ട്